നമുക്കറിയാം, ഭൂമിയിലെ അപ്പൻ്റെ അടുത്ത് നമ്മുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ പറയത്തില്ല. ഇനി പറഞ്ഞാൽ തന്നെ അത് മുഴുവൻ സാധിച്ചു തരത്തുമില്ല. പക്ഷേ സ്വർഗത്തിലെ അപ്പനെക്കുറിച്ച് എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെയധികം ചെയ്തു തരാൻ കഴിവുള്ള അവിടത്തേക്ക് ക്രിസ്തുവിലും സഭയിലും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ ഇതാണ്: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും. എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ വെറും 40 വാട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനുള്ളതേ ദൈവത്തിന് തരാനായിട്ടൊക്കത്തുള്ളൂ. 210 വോട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളത് ദൈവത്തിന് തരാൻ കഴിയും. 11 kV വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ളത് നമ്മുടെ ദൈവത്തിന് തരാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ശക്തി നമ്മിൽ പ്രവർത്തിക്കാൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് മാറ്റിവെക്കുന്ന, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്ന കുറച്ച് കാലമാണ് ശരിക്കും നോമ്പുകാലം. നോമ്പുകാലത്തെ നമ്മൾ ഈ ഒരു പ്രത്യേക മനോഭാവത്തോടു കൂടി കാണണം. കുറേ കഷ്ടപ്പെടുന്ന ഒരു കാലം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഉയർപ്പിലൂടെയും എന്നിലേക്ക് ഒഴുക്കിയിരിക്കുന്ന ശക്തി ഞാൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ വേണ്ടി എക്സ്ക്ലൂസീവായി ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയം, ഒരു ഇൻറ്റൻസീവ് സ്റ്റഡി ടൈം, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസീവ് കെയറിൻ്റെ ടൈം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവനോട് മുട്ടിയിരിക്കുന്ന, ചേർന്നിരിക്കുന്ന കുറച്ച് സമയം. ഇങ്ങനെ നമ്മൾ നോമ്പുകാലത്തെ കണ്ടാൽ നോമ്പ് അനുഗ്രഹത്തിൻ്റെ ഒരു കാലമാകും. ഗോഡ് ബ്ലെസ് യു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് ഈശോയുടെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്ന ശിമിയോനെയാണ്. തീവ്രവാദിയായ ശിമിയോൻ ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെടുന്നതിന് മുൻപ് യഹൂദ മതാചാരങ്ങളോടും നിയമങ്ങളോടും അദ്ദേഹം പുലർത്തിയിരുന്ന തീക്ഷ്ണത മൂലമായിരിക്കണം തീവ്രവാദിയായ ശിമിയോൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടത്. റോമൻ ഭരണാധികാരികൾക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്തിയിരുന്ന തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ശിമിയോൻ എന്ന സൂചനയുമുണ്ട്. ആദ്യകാല ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ കാനാൻകാരനായ ശിമിയോൻ കാനായിലെ വിവാഹ വിരുന്നിലെ മണവാളനായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്. പെന്തക്കോസ്ത് ദിനത്തിൽ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ ശിമിയോനും ഇതര ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഈശോയോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞ ശിമിയോൻ ആത്മാവിൽ ജ്വലിക്കുന്നവനായി സുവിശേഷത്തെ പ്രതി തീക്ഷ്ണമതിയായി മാറി. ഈജിപ്തിൽ സുവിശേഷം പ്രഘോഷിച്ച ശിമിയോൻ അവിടെ നിന്നും മെസൊപ്പൊട്ടാമിയയിലെത്തി അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആനയിച്ചു. അവിടെ സഹശിഷ്യനായ യൂദാ തദ്ദേവസിനൊപ്പം സുവിശേഷ വേല നിർവഹിച്ചു. തുടർന്ന് ഇരുവരും പേർഷ്യയിലേക്ക് യാത്ര തിരിച്ചു. പേർഷ്യയിൽ സുവിശേഷം പ്രസംഗിക്കെ അവിടെ രക്തസാക്ഷിയായി എന്ന് സഭാ പാരമ്പര്യം സാക്ഷിക്കുന്നു. വിശുദ്ധ ജെറോം വിഗ്രഹാരാധകരായ വിജാതീയ പുരോഹിതന്മാർ ശിമിയോനെ കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ഉണ്ടായത് എന്നും പറഞ്ഞു. ഒക്ടോബർ മാസം 28-ാം തീയതിയാണ് വിശുദ്ധന്റെ തിരുനാൾ സഭ കൊണ്ടാടുന്നത്. ഈശോയിൽ നിന്ന് കേട്ട പ്രബോധനങ്ങളോടും തന്നെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ച ഗുരുവിനോടും വിശ്വസ്തത പുലർത്തി ജീവൻ ബലി ചെയ്ത ശിമിയോന്റെ തീക്ഷ്ണത നമ്മിലും ജ്വലിക്കാൻ ഇടയാകട്ടെ.